ഇപ്രാവശ്യത്തെ എൻ്റെ പെരുന്നാൾ ചെമ്പരത്തി ടീമിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം പിറ്റേ ദിവസം ഞാൻ തീർക്കുകയാണ് കേട്ടോ. രാവിലെയാണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത്. ഞങ്ങളിപ്പോൾ ആറ്റിങ്ങിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വന്ന ഉടനെ ഞാൻ കുട്ടികളൊക്കെ റെഡിയാക്കി നമ്മളൊന്ന് പുറത്ത് പോവാം, പുറത്ത് പോയിട്ട് ഒരു ഫിലിമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വരാം, അങ്ങനെ തീരുമാനിച്ച് പോവാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുണ്ട്. അതെ, ഞാൻ എന്ത് ചെയ്യണോ അതുപോലെ ചെയ്യണം. എൻ്റെ മിനി വേർഷൻ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ. ഇന്നലെ പിന്നെ ഇവർ പെരുന്നാളായിട്ടും പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബിരിയാണി മാത്രം വെച്ച് കഴിച്ച് അവരതിലൊക്കെ തീർത്ത് ഒതുക്കിയിരിക്കുമായിരുന്നു. അപ്പം നമുക്കിന്ന് അതൊക്കെ പരിഹരിക്കണം. നേരെ ഞങ്ങൾ പോകുന്നത് ആട് 3 മൂവി കാണാനാണ് കേട്ടോ. മൂവിയെ പറ്റി പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് പോയി നോക്കണമല്ലോ. അങ്ങനെ ചെന്നുടനെ തിന്നാൻ വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് തിയേറ്ററിലോട്ട് കയറുന്നത്. എന്തിനാടാ ഇത്രയൊക്കെ മേടിച്ചിട്ട് തിന്നാൻ വന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് കളിയാക്കിയവരെന്നെ തിന്നാന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഞാൻ തന്നെ തിന്നു. അവരെന്നെ തിരിച്ചും കളിയാക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആട് 3യെക്കുറിച്ച് എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല കോമഡി മൂവിയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി KFC കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾക്ക് അതൊക്കെയാണ് താല്പര്യം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആങ്ങളുടെയും പെങ്ങളുടെയും സ്നേഹം കണ്ടിട്ട് ഞങ്ങളും ഒന്ന് സ്നേഹിക്കാൻ വിചാരിച്ചു. പക്ഷേ വിശപ്പ് കാരണം എനിക്ക് ദേഷ്യം വരുന്നത്, എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ വന്നപ്പോഴേ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി. കഴിക്കുമ്പോഴെങ്കിലും കുറച്ച് സൗകര്യം തടിയെന്ന് പറഞ്ഞിട്ട് ചേച്ചി ചീത്ത പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് നിൽക്കുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല. പിന്നെ എൻ്റെ പിള്ളേർക്കൊക്കെ ഇത് ശീലമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഈദ് മുബാറക്ക്. ഞങ്ങളുടെ ചെറിയ ആഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു.